അല്ലാഹു 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 അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഇശൽ മജ്ലിസ് ബദർ മജ്ലിസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം കടം വീടുവാനും മുതലിലും മക്കളിലും ബർക്കത്തുണ്ടാകുവാനും ഒരായത്തിനെ സംബന്ധിച്ച് നാം പ്രതിപാദിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ പറയുന്നത് ഈ വീഡിയോയിലൂടെ മറ്റൊരു മഹാസംഭവത്തെ സംബന്ധിച്ചാണ്. നമ്മളേവരും വളരെയേറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന, നമ്മുടെ എല്ലാത്തിനേക്കാളും മഹത്തരമായി നമ്മൾ സ്നേഹിക്കുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ജീവിത കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിന് ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിൽ മൺതരിയായെങ്കിൽ. അങ്ങനെയൊക്കെ കവികൾ പാടിയിട്ടുണ്ട്. അന്നത്തെ ആ കാലഘട്ടത്തിൽ ആ മക്കയിൽ നമുക്ക് ജീവിക്കാനോ ആ മുത്ത് റസൂലിനെ കാണുവാനോ നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ ആ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലരും സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്, മഹാസംഭവമാണ്. അത് നേടിയെടുക്കാൻ വളരെ എളുപ്പം നമുക്ക് കഴിയുന്ന ചില അമലുകളുണ്ട്. ഒരുപാട് അമലുകളുണ്ട്. അതിൽ ഏറ്റവും ലളിതമായ ഒരു അമലിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. അവിടുന്ന് വഫാത്തിൻ്റെ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കടന്നുകൊണ്ട് മരണം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ആയിഷ ബീവി കേൾക്കുന്നു. എന്താണ് കേൾക്കുന്നത്? മുത്ത് റസൂൽ അവിടുന്ന് അവിടുത്തെ ബേജാറൊന്നും പറയുന്നില്ല. തൻ്റെ അവസ്ഥ എന്താണ്, ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഞാനെങ്ങനെ രക്ഷപ്പെടും എന്നല്ല നബി പറയുന്നത്. യാ ഉമ്മത്തി, എൻ്റെ സമൂഹമേ, ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൻ്റെ അവസ്ഥ, അവരെങ്ങനെ രക്ഷപ്പെടും? തങ്ങളെ സ്നേഹിച്ചവർ, തങ്ങളെ പിൻപറ്റിയവർ, തങ്ങളെ സുന്നത്തിനെ മുറുകെ പിടിച്ചവർ, അവരൊക്കെ എങ്ങനെ രക്ഷപ്പെടുമെന്ന ചിന്തയായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും എന്ന് തുടങ്ങുന്ന ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കണം? ഖുൽ ഇൻ കാന ആബാഉകും, നബിയെ തങ്ങൾ പറയുക, നിങ്ങളെ പിതാക്കളോ നിങ്ങളെ മക്കളോ നിങ്ങളെ ഭാര്യയോ നിങ്ങളെ സമ്പത്തോ നിങ്ങളെ ബിസിനസ് സ്ഥാപനങ്ങളോ നിങ്ങളെ മനോഹരമായ വീടുകളോ മണിമന്ദിരങ്ങളോ അല്ലാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, അല്ലാഹുവിൻ്റെ അതികഠിനമായ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അപ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം ഏറ്റവും സ്നേഹിക്കണം. അന്ത ഉമ്മും അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി.
മങ്കൂസ് മൗലൂദിൽ നമ്മൾ എന്താണ് പറയുന്നത്? മങ്കൂസ് മൗലൂദ് ശിർക്കാണെന്ന് പറയുന്നവരുണ്ട്. പുത്തൻവാദികൾ അത് ശിർക്കാണെന്ന് പറയുന്നു. എന്താണ് ശിർക്കെന്നവർക്കറിയില്ല. എന്താണ് മങ്കൂസ് മൗലൂദിൽ? ഇപ്പം നേരത്തെ പറഞ്ഞ ആയത്തിലല്ലേ മുത്തനബിയെ നമ്മൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്? ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഒക്കെ അത് തന്നെയല്ലേ മങ്കൂസ് മൗലൂദിലും പറയുന്നത്? അന്ത ഉമ്മും അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. താങ്കൾ ഉമ്മയാണ്, അതല്ല ബാപ്പയാണ്. അതിനേക്കാളേറെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണ്. ഉമ്മയെക്കാളും ബാപ്പയെക്കാളും ഇഷ്ടമുള്ളവരാണ് താങ്കൾ. പ്രവാചകരെ, ഉമ്മത്തിൻ്റെ നേതാവേ എന്നാണ് നാം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് വിഷയത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ എത്ര സ്നേഹിക്കുന്നു, നമ്മൾ തങ്ങളെ എത്ര സ്നേഹിക്കുന്നു. ആ മുത്തുനബിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ മുത്തുനബിയെ നമുക്ക് സ്വപ്നത്തിൽ ദർശിക്കുവാൻ ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഏറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പ്രത്യേക ശരീരത്തിൻ്റെ വല്ലാ വീട്ടിലും നബി താമസിച്ചാൽ വിളക്കിൻ്റെ ആവശ്യം അവിടെയില്ല. വജ്ഹുകൽ വല്ലാഹു ഹുജ്ജത്തുനാ യൗമായത്തിന്നാസു ഫിൽ ഹുജജി. പ്രകാശിക്കുന്ന നബിയുടെ മുഖം പാരത്രികത്തിലൊരു തെളിവാം. ഓമാരി വന്നന്തസായിറുഹു ഖദ് ഹതാഹുല്ലാഹു ബിൽ ഫറജി. രോഗികളെ നബി സന്ദർശിച്ചാൽ രോഗത്തിൻ ശിഫ ഉടനെ തന്നെ. ഇത് നബിയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത. ഇതാണ് മങ്കൂസ് മൗലിദിൽ മറ്റൊരു പദ്യത്തിൽ പറയുന്നത്. പ്രിയവരെ, ഇതെങ്ങനെയാണ് ശിർക്കാവുന്നത്? ആർക്കാണ് ഇതിനെ ശിർക്കാക്കുവാൻ കഴിയുക? പറയുന്നവർ മുശ്രിക്കായി പോവൂലേ? അവർ കാഫിറായി പോവൂലേ? നഊദു ബില്ലാഹ്. അപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ആ പ്രവാചകനെ നമുക്ക് സ്വപ്നത്തിൽ കാണുവാനുള്ള അമൽ. നിങ്ങൾ പറയുന്ന ഉസ്താദ് ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഇത്രയൊക്കെ പറഞ്ഞു തരും. അതേ ആവശ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമുക്കറിയാമല്ലോ ബുർദ, ഇമാം ബുസൂരി തങ്ങളുടെ ബുർദ, അദ്ദേഹത്തിന് തന്നെ വളരെയേറെ അത്ഭുതങ്ങൾ സിദ്ധികൾ നേടിക്കൊടുത്ത മഹത്തായിരിക്കുന്ന ബുർദ. ഒരുപാട് രോഗങ്ങൾ ശിഫയാകുവാനുള്ള ഒരു മഹത്തായ അമലാണ് ബുർദ. ഒരുപാട് പ്രത്യേകതകളുണ്ട് ബുർദക്ക്. നഅം സറാത്ത് തൈഫുമൻ അഹ്വാ ഫഅറഖനി വൽ ഹുബ്ബു യഅ്തരിദു ലസാതി ബിൽ അലമീൻ. നഅം സറാത്ത് തൈഫുമൻ അഹ്വാ ഫഅറഖനി والحب يعترض اللذات بالعالمين. ആ പ്രവാചകൻ എൻ്റെ ഉറക്കിനെ പോലും ബാധിച്ചിരിക്കുന്നു അവിടുത്തോടുള്ള ഇഷ്ടം. കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഇഷ്ടം കൊണ്ട് വേദനകൾ സുഖമായി കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അർത്ഥമൊന്നും വിഷയമല്ല, നമ്മൾ പറയണമെന്നില്ല. ആ പദ്യം ഇശാ നിസ്കാരത്തിന് ശേഷം നമ്മൾ ഉറക്കിലേക്ക് ചെല്ലുമ്പോൾ
ഉറക്കം വരുവോളം മടക്കി 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 ചെല്ലുക. ഇമാം ബാജൂരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതാണ്, ഇത് ദായിമാക്കിയാൽ മുത്ത് റസൂലുള്ളാഹിനെ നമുക്ക് നിശ്ചയം സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. മുത്തുനബിനെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവേ, മുത്തുനബിൻ്റെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ മാർഗം സ്വീകരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടത്തേക്കുള്ള മഹബത്ത് നിലനിർത്തണേ അല്ലാഹ്. സിറാത്തുൽ മുസ്തഖീമിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഉമ്മത്തി എന്ന് പറയുമ്പോൾ ആ ഉമ്മത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടത്തോടുകൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവിടുത്തെ ശഫാഅത്തുൽ കുബ്രയിൽ പങ്കെടുത്തുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗീയമായിരിക്കുന്ന വിവാഹത്തിൽ മുത്തുനബിയോടുകൂടെ ആയിഷ, മുത്തുനബിയോടുകൂടെ ആസിയ ബീവി, മറിയം ബീവിയുടെ എല്ലാം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ സ്വർഗത്തോപ്പിലൊത്തൊരുമിച്ചൊരു തൃക്കല്യാണം കൂടുന്നേ. സ്വർണ്ണമില്ലംബിയ മുക്തപതങ്ങളെ തൃക്കല്യാണം കൂടുന്നേ. മർഹബയാ സയ്യിദി മർഹബയാ മുഹമ്മദി. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസല്ലം അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.